വെള്ളിയാഴ്ച യുഎസ് മാർക്കറ്റുകളെല്ലാം പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. മികച്ച രീതിയിലുള്ള ഒരു നോൺ ഫാം പേറോൾ ഡാറ്റ വന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് നല്ലൊരു സപ്പോർട്ടായി. അതിന് തൊട്ട് മുമ്പിലത്തെ ദിവസം ഒരു പ്രൈവറ്റ് ഏജൻസിയുടെ റിപ്പോർട്ട് വന്നിരുന്നു. അവിടെ പുതിയ തൊഴിലവസരങ്ങളൊന്നും സൃഷ്ടിക്കുന്നില്ല എന്ന തരത്തിലുള്ള ഒരു ന്യൂസാണ് വന്നത്. നോൺ ഫാം പേറോൾ ഡാറ്റ വന്നത് വളരെയധികം പോസിറ്റീവായിട്ടാണ് വന്നത്. അതുപോലെ തന്നെ അവർലി പേ വന്നത് മന്ത് ഓൺ മന്ത് നോക്കുമ്പോൾ ഇൻക്രീസ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ അൺഎംപ്ലോയ്മെന്റ് ഡാറ്റ വന്നതും കാര്യമായ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ എക്കണോമിക്ക് കാര്യമായ ചേഞ്ച് ഒന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന തരത്തിലുള്ള ഒരു ഡാറ്റയാണ് സൂചിപ്പിക്കുന്നത്. പ്രൈവറ്റ് ഡാറ്റ വന്ന അത്ര ഗുരുതരമായ അവസ്ഥയില്ല എന്നുള്ള രീതിയാണ് കാണുന്നത്. അപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ച് അത് പോസിറ്റീവായിട്ടാണ് അത് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചൈനയിലെ പ്രസിഡന്റിന്റെ ഒഫീഷ്യൽസും അതുപോലെ ഈ യു എസിലെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ തമ്മിൽ ട്രേഡ് ഡീലിനെ സംബന്ധിച്ചിടത്തുള്ള ഒരു വ്യാപാര ചർച്ച ലണ്ടനിൽ നടക്കുന്നുണ്ട്. അത് സമവായത്തിലെത്താൻ സാധിക്കും എന്ന തരത്തിൽ യു എസ് ട്രേഡ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഒരു കമന്റ് വന്നു. ഇത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. യു എസ് മാർക്കറ്റുകളെല്ലാം അതുകൊണ്ട് 1% മുകളിൽ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് ഏർൻഡ് 1.05%, നാസ്ഡാക്ക് 1.2%, S&P 500 1.03%. ഏതാണ്ട് 6000 മുകളിൽ മാർക്കറ്റിനെ ക്ലോസ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. ഇതെല്ലാം പോസിറ്റീവായിട്ട് നിൽക്കുന്നു. ഇനി ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് RBIയുടെ റേറ്റ് കട്ട് 0.5% റേറ്റ് കട്ട് വന്ന മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇനി ഇത് ന്യൂട്രൽ സ്റ്റാൻഡിലാണ് വരുന്നുള്ള മാസങ്ങളിൽ എന്നുള്ളൊരു കമന്റ് വന്നിരുന്നു. ഇത് ഇനി റേറ്റ് കട്ട് ഇല്ല എന്നുള്ള തരത്തിൽ മാർക്കറ്റ് കണക്കാക്കിയതിനെ തുടർന്ന് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിരുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് മറ്റൊരു അനൗൺസ്മെന്റ് CRR കട്ട് 1% കട്ട് വരുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത്. 4% നിന്ന് 3% ആയിട്ടുണ്ട്. ഇത് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവാണ്. ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് കൂടുതൽ ഫണ്ട് വരാൻ ഇത് ഇടയാക്കും. ഇത് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. നിഫ്റ്റിയും സെൻസെക്സും അതേ തുടർന്ന് തിരിച്ചു കയറി. എല്ലാ സെക്ടറുകളിലും ഈ പോസിറ്റിവിറ്റി പ്രകടമായിരുന്നു. നിഫ്റ്റി മീഡിയ മാത്രമാണ് നെഗറ്റീവിലേക്ക് ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ GDP ലക്ഷ്യങ്ങളിൽ മാറ്റം വരുത്താതെ തന്നെ പണപ്പെരുപ്പ നിരക്ക് 4 നിന്ന് 3.7% ആക്കിയതും മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒരുപക്ഷെ മൺസൂൺ പോസിറ്റീവ് ആയത് വിലക്കയറ്റവും കാർഷിക വളർച്ചയ്ക്കും ഒക്കെ ഗുണകരമാകുന്ന തരത്തിലുള്ളൊരു പ്രതീക്ഷയാവാം ഇത്തരത്തിൽ RBI ഒരു തീരുമാനം എടുക്കാൻ സഹായിച്ചത്. നമ്മൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനെ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതാണ്ട് ക്യാഷ് റീറ്റെയിൽ ട്രേഡേഴ്സ് ബെയറിഷ് ആയിട്ട് തന്നെ നിൽക്കുന്നു. അവര് വിറ്റ കോളുകളെല്ലാം പ്രോ ട്രേഡേഴ്സ് മേടിച്ചതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പ്രോ ബുള്ളിഷ് ആയിട്ട് തന്നെ നിൽക്കുന്നു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ന്യൂട്രൽ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. പ്രോ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ കൂടുതലും ഷോർട്ട് പൊസിഷൻ തന്നെയാണ് ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നതെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസിൽ ഇൻഫോസിസിനെ കഴിഞ്ഞ വർഷം 32,000 കോടി രൂപയുടെ ഒരു നോട്ടീസ് GST ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു. അത് ഏകദേശം ക്ലോസ് ചെയ്തു എന്ന തരത്തിലുള്ള ഒരു ന്യൂസ് ഉണ്ട്. ഇത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. മറ്റൊന്ന് RBI റേറ്റ് കട്ട് കറൻസിയെ കുറച്ചുകൂടി വീക്ക് ആക്കും എന്ന തരത്തിലുള്ള ഒരു വാർത്ത നോമുറയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു നെഗറ്റീവ് ന്യൂസാണ്. അതുപോലെ ഡിഫൻസ് ഓഹരികൾ നമ്മളുടെ നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോഴും അതിന്റെ പെർഫോമൻസ് തുടരുന്നത്. BEL, ടാറ്റ ഇലക്ട്രോണിക്സും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ചേർന്ന് സെമി കണ്ടക്ടർ അഡ്വാൻസ് ഇലക്ട്രോണിക് സൊല്യൂഷനിൽ ഒരു സംയുക്തമായ പര്യവേഷണം അത്തരത്തിലൊരു എഗ്രിമെന്റ്